ഹായ് വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. നമ്മൾ ഒരു 60 ദിവസത്തെ ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 60 ദിവസത്തെ റിവിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഒരു കോച്ചിങ്ങിന് പോകാൻ സാധിക്കാത്തവരായിട്ടുള്ളവരും പിന്നെ വീട്ടമ്മമാരായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാഹചര്യങ്ങൾ കുറവായവരുണ്ടാവും. അവർക്കൊരു മോട്ടിവേഷനും പിന്നെ കുറച്ച് നോട്ട്സും പഠിക്കാനായിട്ട് അവർക്കൊരു സപ്പോർട്ടും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 60 ഡേയ്സിൻ്റെ ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലുള്ള റിവിഷൻ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ തുടർന്ന് ഇതുപോലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിടാവുന്നതാണ്. വീടിൻ്റെ അടുത്ത് പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ 60 ദിവസത്തെ ഒരു ടൈം ടേബിൾ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഡെയിലി നമ്മൾ സബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് മലയാളം, ഇംഗ്ലീഷും മാത്സും PYQം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ ഹോട്ട് ടോപ്പിക്സുകൾ ഏതാണ്, ആ ഹോട്ട് ടോപ്പിക്സുകൾക്ക് ടോപ്പിക് വൈസായിട്ട് കുറച്ചായിട്ട് നമുക്കത് പഠിച്ചു പോകും. പിന്നെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് SCERT ടെക്സ്റ്റ് ബുക്കിനാണ്. അപ്പോൾ പലർക്കും SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കും സമയം കിട്ടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട വേറൊരു ഏരിയ എന്ന് പറയുന്നത് PSC ബുള്ളറ്റിനാണ്. അപ്പോൾ എല്ലാവർക്കും PSC ബുള്ളറ്റിൻ കിട്ടണമെന്നില്ല. അപ്പോൾ PSC ബുള്ളറ്റിൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും പറ്റുന്നത്ര നോട്ട്സ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാം. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സും കൂടെ നിങ്ങൾ നോക്കി പോവുക. ഞാൻ എൻ്റെ വീഡിയോയിൽ കുറച്ച് മാത്രമേ കറണ്ട് അഫയേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. മാക്സിമം നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുവാനും ഈ ടെലിഗ്രാം ചാനലുകളുണ്ട്, അതുവഴി കൂടുതലും കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതുപോലൊരു നോട്ടിനകത്ത് നിങ്ങൾ 60 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഡേ 1 എന്നിട്ട് നമ്മൾ 25 മാർച്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേ 1 നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, കാരണം എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും ഒരു സബ്ജക്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം അല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രമാണ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കോർ ടോപ്പിക്കുകളായിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഈ 3 സബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ കമ്പൽസറി ആയിട്ടും സിലബസ് അനുസരിച്ച് ആ ടോപ്പിക്സുകൾ കവർ ചെയ്തിരിക്കണം. അതായത് ഈ ഒരു 60 ദിവസവും ഡെയിലി നോക്കേണ്ട 3 സബ്ജക്റ്റുകളാണ് മലയാളവും, ഇംഗ്ലീഷും, മാത്സും എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മലയാളത്തിനകത്ത് പദശുദ്ധിയാണ് നോക്കുന്നത്. പദശുദ്ധി നോക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തും ചോദിക്കുന്ന ഒരു PSCയുടെ ഒരു ഏരിയ തന്നെയാണ് ഈ പദശുദ്ധി എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ വായിച്ച് പഠിക്കരുത്. പദശുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി തന്നെ നോക്കണം. കാരണം നമ്മൾ നമ്മുടെ പലരുടെ സ്ലാങ് വ്യത്യാസമാണ്. അപ്പോൾ ആ സ്ലാങ്ങിനനുസരിച്ചായിരിക്കും നമ്മളത് വായിക്കുന്നതും മനസ്സിലാക്കി വെച്ചേക്കുന്നതും. മലയാളത്തിനകത്ത് വായിച്ചും എഴുതിയും പഠിക്കേണ്ട ഒരു ഏരിയയാണ് പദശുദ്ധി എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ളത് PSC ലളിത മലയാളം പബ്ലിക്കേഷൻ്റെ ആണ് ഒരു ബുക്കുള്ളത്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതലും മുൻവർഷ ചോദ്യോത്തരങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യോത്തരങ്ങളാണ് ഞാൻ പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം SCERT ബേസ്ഡ് ആയിട്ടുള്ളൊരു റാങ്ക് ഫയലാണത്. പിന്നെ ഞാൻ മുൻപും എക്സാമുകളിൽ നോക്കിയിട്ടുള്ളതായിട്ടുള്ളൊരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ലാൽ അക്കാഡമിയുടെ മലയാളം റാങ്ക് ഫയലാണ്. ഇത് ഷോർട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു റാങ്ക് ഫയലിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ മുന്നേ പഠിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങളുടേതായ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ഏതാണോ ആ സബ്ജക്ട്സ് ആദ്യമേ പഠിച്ച് മാറ്റുക. അതായത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മലയാളവും ഇംഗ്ലീഷും മാത്സും ഒരുവിധം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ റിവിഷനാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇപ്പം മലയാളത്തിനകത്ത് പദശുദ്ധിയിൽ എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ എനിക്ക് ഒരു ഹാഫ് പോർഷൻ എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് പദശുദ്ധി ഞാൻ ആദ്യം എടുക്കുകയാണ്. അപ്പോൾ പദശുദ്ധി എടുക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്റിനകത്താണെന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് ഏതൊക്കെ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന പദങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബുക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല.
അതുകൊണ്ട് മാക്സിമം പറ്റുന്നവരൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളവർ ചെയ്യുക. അതർവൈസ് നിങ്ങളൊരു PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു പദശുദ്ധി എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, കാരണം നമ്മൾ പറഞ്ഞ് പഠിക്കുന്നത് നമ്മൾ കണ്ടെത്തി പഠിക്കുന്നത് നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ PYQ മാക്സിമം നോക്കുക. മലയാളത്തിലെ പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാവേ. പിന്നെ ഞാൻ നോക്കിയിട്ടുള്ളത് ഇംഗ്ലീഷാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മാക്സിമം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിച്ചിരുന്നാലും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കി, കാരണം എന്തൊക്കെ റൂൾസാണ് കൊടുക്കേണ്ടത് ആ ഒരു റൂൾസ് മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനു മുമ്പ് നമ്മൾ ഒരുമിച്ച് പഠിച്ചൊരു ടോപ്പിക്കാണ് സെൻറ്റൻസസിൻ്റെത്. അതായത് ടൈപ്സ് ഓഫ് സെൻറ്റൻസും ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ആദ്യം ഞാൻ പഠിച്ചൊരു കാര്യം ഞാനൊന്ന് റിവിഷൻ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് സെൻറ്റൻസസിൻ്റെതും. ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്തായാലും കമ്പൽസറി ആയിട്ട് എല്ലാവരും ഒന്ന് പഠിക്കുക ആ ഒരു പോർഷൻസ് ഒന്ന്. ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. നമ്മൾ ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ്, അതായത് കൺകോഡ് എന്ന് പറയും, ഇത് പഠിക്കുമ്പോൾ ഒരുപാട് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എന്താണ് ഈ കൺകോഡ് എന്ന് പറയുമ്പോൾ, ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ വെർബ് ഈസ് കോൾഡ് കൺകോഡ്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ ഈ ഒരു വെർബ് ഉപയോഗിക്കേണ്ടത്. ഈ നിയമത്തെയാണ് നമ്മൾ കൺകോഡ് എന്ന് പറയുന്നത്. സബ്ജക്റ്റും വെർബും വാക്യങ്ങളിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഈ റൂളുകൾ പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഓരോ റൂളും നോക്കി നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതിനേക്കാളും ഈ ഒരു ഏരിയയിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലാക്കി അത് നമ്മൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സമയപരിമിതി കൊണ്ട് നമുക്ക് ഈ റൂളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും ഞാനൊരു ഷോർട്ട് വീഡിയോ ഈ കൺകോഡിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പിന്നീട് ഞാൻ ലക്ഷ്യയുടെ മാത്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയൽസ് ആണ്. കാരണം നമുക്ക് സിമ്പിളായിട്ടും കൂടുതൽ മനസ്സിലാക്കാൻ, കാരണം നമുക്കൊരു കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത ഒരാളായ ഞാനും അങ്ങനെ ഒരാളാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ നമുക്കൊരാൾ പറഞ്ഞു തരുന്നത് പോലെ നോട്ട്സുകൾ എനിക്ക് കണ്ടിട്ടുള്ളത് ലക്ഷ്യമാണ്. അപ്പോൾ ഇതിനകത്ത് സൂപ്പർ 15 എന്ന് പറഞ്ഞിട്ടൊരു 15 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു 15 ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മെയിൻ ടോപ്പിക്സുകളെല്ലാം തന്നെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പഠിച്ചതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏരിയാസ് നിന്ന് ബൂസ്റ്റ് ചെയ്യുക, അതായത് പഠിച്ച കാര്യങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് മെൻ്റൽ എബിലിറ്റി പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പോൾ 10 മാർക്കുള്ള ഈ മെൻ്റൽ എബിലിറ്റിയിൽ ഞാൻ ഏകദേശം എല്ലാം തന്നെ പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്, ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ മാത്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തരാനോ വായിച്ചു തരാനോ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മെൻ്റൽ എബിലിറ്റിയാണ് ഞാൻ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് കൺകോഡിൽ ഞാൻ യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊന്ന് റെഫർ ചെയ്യാൻ കണക്കിനാണ് ഞാൻ ഈ ഒരു നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ വരുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. അതായത് നൗണിൻ്റെ കൂടെ എസ് ചേർന്ന് വന്നാൽ പ്ലൂറലും, വെർബിൻ്റെ കൂടെയാണ് എസ് ചേർന്ന് വരുന്നതെങ്കിൽ അത് സിംഗുലറുമായി മാറും എന്നുള്ളത് ഓർക്കുക. പിന്നെ ഞാൻ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുന്നേ വായിച്ചൊരു കാര്യം തന്നെയാണ്, SCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ആധുനികം കേരളത്തിലേക്കെന്നുള്ള ആ ഒരു ഏരിയയാണ് ഞാൻ ഒന്ന് റിവിഷൻ ചെയ്തെടുത്തത്. പിന്നെ കുളച്ചൽ യുദ്ധം എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ നിങ്ങളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാധനം, ഈ തിരഞ്ഞെടുപ്പ് അവർ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം മിക്കവാറുമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രായപരിധി തിരഞ്ഞെടുപ്പുകളിൽ ഏതൊക്കെ പ്രായപരിധിയാണ് വരുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് അധ്യായം 3, ക്ലാസ് 9ാം ക്ലാസ്സിന് ദേശീയ വരുമാനമാണ് ഞാനിന്നിവിടെ SCERT വായിക്കുന്നത്. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ദേശീയ വരുമാനം ലഭിക്കുന്ന പ്രധാനപ്പെട്ട 3 മേഖലകളാണ് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അതിൻ്റെ എത്രത്തോളമാണെന്ന് കണ്ടെത്തുവാനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും സഹായമാകുന്നത് ദേശീയ വരുമാനമാണ്.
ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് അറിഞ്ഞു വെക്കുക. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ സംഭാവന വിലയിരുത്തുന്നതിന്, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന്, ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. ഒരു രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അത് ഒരു മുൻവർഷ ക്വസ്റ്റ്യനാണ് GNP എന്ന് പറയുന്നത്. ഉപഭോഗത്തിന് ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങളെ വിളിക്കുന്നത് അന്തിമ ഉൽപ്പന്നം എന്നാണ്. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്, GDP. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തവ ഏതൊക്കെയെന്ന് പഠിച്ചു വയ്ക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം. ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്കൻ GDPയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ അത് GNPയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഈ ദേശീയ വരുമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കി വെച്ച് പഠിക്കുക. യന്ത്ര സാമഗ്രികളും മറ്റ് സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെയാണ് തേയ്മാന ചിലവ് എന്ന് പറയുന്നത്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അർദ്ധദേശീയ ഉൽപ്പന്നം, NNP എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സാങ്കേതികമായ ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത് അർദ്ധദേശീയ ഉൽപ്പന്നമാണ്. ഈ അർദ്ധദേശീയ ഉൽപ്പന്നം കണ്ടെത്തുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോഴാണ്. ദേശീയ വരുമാനത്തെ ഒരു രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് നമുക്ക് പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നത്. പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി വെക്കുക. ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് അവലംബിക്കുന്ന 3 രീതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ വരുമാനം കണക്കാക്കാനും പങ്കാളിത്തം, സംഭാവന എന്നിവ വിലയിരുത്തുവാനും സഹായിക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി എന്ന് പറയുന്നത്. ഈ 3 രീതികളൊന്ന് ഓർത്ത് വെക്കുക. ഉൽപ്പാദന ഘടകങ്ങൾ ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന രീതിയാണ് വരുമാന രീതി. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുന്ന വഴി ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായത്തെയാണ് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപിക്കുന്ന ചെലവിനെയാണ് നമ്മൾ ആകെ ചെലവാക്കി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ആകെ ചെലവെന്ന് പറയുന്നത് ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ്, സർക്കാർ ചെലവ് എല്ലാം കൂടെ പെട്ടുന്നതാണ് ആകെ ചെലവ്. അതുപോലെ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഉൽപ്പാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം തവണ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കുന്നതാണ് ഡബിൾ കൗണ്ടിങ്. പിന്നെ ഈ മേഖലകൾ പഠിച്ചു വെക്കുക. കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കേരള പുരസ്കാരങ്ങളാണ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. അതുപോലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് S. സോമനാഥ് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിനും ഭുവനേശ്വരി കൃഷിക്കുമാണ് ലഭിച്ചത്. അടുത്തതായിട്ട് വരുന്ന കേരളശ്രീ പുരസ്കാരം ലഭിച്ചവരാണ് കലാമണ്ഡലം വിമല മേനോൻ കലയ്ക്കാണ് ലഭിച്ചത്. ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രഫിക്കാണ് ലഭിച്ചത്. സഞ്ജു വിശ്വനാഥ് സാംസന് കിട്ടിയത് കായികമാണ്. ഷൈജ ബേബിക്ക് സാമൂഹിക സേവനമാണ്, ആശാ വർക്കറായിട്ട്. പിന്നെ VK മാത്യൂസിന് വ്യവസായ വാണിജ്യത്തിനാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ളത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻറ്റ്സുകളാണ്.
ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. 67ാം ഗ്രാമിയിലെ പുരസ്കാര നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് ബിയോൺസെ. 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് ഈ പോപ്പ് താരത്തിൻ്റെ അക്കൗണ്ടിലുള്ളത്. അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളാണ് ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചായിരുന്നു കിരീട നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയായി മാറ്റാനുള്ള ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവി സഹകാരി സർവകലാശാല എന്നാകും പേര്. ഈ പേരൊന്ന് ഓർത്ത് വച്ചേക്കണേ. അടുത്തത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാം ദൗത്യം ISRO വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? GSLV F-15 ആണത്. ഗതി നിർണ്ണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെ റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചു. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2024 മികച്ച വനിതാ താരം ആരെന്നുള്ളതാണ്. മികച്ച വനിതാ താരം അമേലിയ കെർ, ന്യൂസിലാൻഡ് താരമാണ്. നമ്മുടെ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് മികച്ച പുരുഷ താരം. ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആരാണ്? സുധാംശു ശുക്ല. നാസ, ISRO, ആക്സിയോം സ്പേസ് എന്നിവയുടെ സംയുക്ത ദൗത്യമായ ആക്സിയോം മിഷൻ 4. PSC ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണിത്. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാളാണ്. അയർലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിനാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. ലോകാരോഗ്യ സംഘടന ഈയിടെ മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ജോർജിയയാണ്. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ്. മരണാന്തര ബഹുമതിയായി ഇക്കുറി പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി MT വാസുദേവൻ നായർ. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയെന്ന നേട്ടം സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്.